അതിനകത്ത് ഒരു വരിയിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ വിതുമ്പിപ്പോയി, കണ്ണുപൊട്ടി ഒഴുകുന്നൊരവസ്ഥയിലെത്തി. വയലാറിൻ്റെ കുടുംബത്തിന് ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ പിറ്റേ ദിവസം ഏതാണ്ട് 3.5 കോടി രൂപ കിട്ടുമെന്ന്. കരത്തിൽ പൊൻതാലവും പൂവിളക്കും വേണം. വൈലോപ്പിള്ളി മുളന്തുരുത്തി ഹൈസ്കൂളിൽ ജോലിയായിരുന്ന കാലത്താണ് ഈ കവിത എഴുതുന്നത്. അപ്പോൾ ഈ പരീക്ഷാ പേപ്പറിൻ്റെ സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ എന്തോ സ്കൂളിൽ കിടക്കേണ്ടി വന്നൊരു അവസരത്തിൽ അവിടെ നിന്ന് എഴുതുന്നതാണ്. അത് ഈ കവിത ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന കവിതയല്ല, അതിൻ്റെ മുമ്പിൽ വേറൊരു ഫോം ഉണ്ടായിരുന്നു. അത് തനിയെ ഒഴുകി വന്ന ധാരാവാഹിയായി വന്ന മാമ്പഴമുണ്ട്. തോന്നിയ കവിത ഇങ്ങനെ എഴുതിക്കൊണ്ട് അത് എഴുതി തീരാറായി അടിവര ഇടാറായി എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം. വിഷുക്കാലം വന്നാൽ എനിക്ക് കണിക്കൊന്ന എന്നൊരു ഐഡൻറ്റിറ്റി ഉള്ളിടത്തോളം കാലം ആരെതിർത്താലും ഞാൻ പോക്കും. നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് കവി, അധ്യാപകൻ, പ്രഭാഷകൻ ശ്രീ NS സുമേഷ് കൃഷ്ണൻ. നമസ്കാരം സാർ. നമസ്കാരം. വിഷു ആണ്, അതെ, ചൂട് കാലമാണ്. എല്ലാ ചൂടുകാലത്തുമാണല്ലോ വിഷു വരിക. കൃത്യമായൊരു ദിവസവും ഉണ്ട്. എല്ലാ കാലത്തും നമ്മൾ വിഷു ആഘോഷിക്കുന്നുണ്ട്, നമ്മുടെ ഓർമ്മയിലുള്ള കാലം തൊട്ട്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷു എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ പറഞ്ഞതുപോലെ മുണ്ട് മുറുക്കി എടുത്ത് അവിടുന്ന് ഇവിടുത്തുമൊക്കെ പെറുക്കിയെടുത്ത് ഉള്ളതെല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ച ഒരു വിഷു കണിയും അതിലെ വിഭവങ്ങളും ഒക്കെ ആയിരുന്നു, ഈ പഴങ്ങളും ഒക്കെ. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ലല്ലോ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഒരു കവി എന്നുള്ള നിലയ്ക്ക്, കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത് ഇപ്പോൾ താങ്കളുടെ നാടായ പുനലൂർ തൊടി എന്ന് പറയും, എൻ്റെ നാട്ടിൽ നെയ്യാറ്റിങ്കര ആറാലുമൂടൊക്കെ വിള എന്ന് പറയും. പറമ്പ്. അതെ, അന്ന് വിളകൾ, പറമ്പുകൾ, തൊടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഫല വസ്തുക്കളും ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് അങ്ങനെ ഒരു 1.5 സെൻറ്റ് കിട്ടുമെങ്കിൽ അവിടെ ഒരു ചെറിയ വീട് വയ്ക്കാം എന്നാണ് നമ്മുടെ ആലോചന. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ കുറഞ്ഞു. ആ സമയത്ത് ഏതെങ്കിലും പുറമ്പോക്കിൽ ഇതൊക്കെ ഉണ്ടാവും. അവിടുന്ന് പറിച്ചെടുത്തുകൊണ്ട് ആളുകൾ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് പൊന്നും വിലയ്ക്ക് വിൽക്കും. പൊന്നുവില തന്നെ പറയണം. കണിക്കൊന്ന കച്ചവടമാണ്. ഞാൻ എൻ്റെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, കണിക്കൊന്ന തളിർത്തണ്ടിൻ കഴുത്തിൽ കെട്ടി ആണ്. കണിക്കൊന്ന തളിർത്തണ്ടാണ്. ഈ തളിർത്തണ്ടിൻ്റെ കഴുത്തിൽ ഇറുക്കി ഊട്ടി ഇറുക്കി വാങ്ങിയാന്ന് നെയ്യാറ്റിങ്കരയിൽ ചൊല്ലുണ്ട്. അത് അത്ര കണ്ട് കഴുത്തിനെ ഇറുക്കിയാണ് ഇതിനെ ഞാത്തി കാണിച്ചിട്ടാണ് വിൽക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യത്തിന് പൊതുനിരത്തിൽ ചില്ലറയ്ക്ക് വിൽക്കുകയാണ്. അങ്ങനെ ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ചൂട് നേരത്തെ തുടങ്ങുമല്ലോ, ഈ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തന്നെ ചൂട് തുടങ്ങും. ആ സമയത്ത് തന്നെ കൊന്ന പൂത്തിങ്ങനെ വഴിയിൽ നിൽപ്പുണ്ടാവും. ഈ ശരിക്കും വിഷു ആകുന്ന സമയത്തേക്ക് നമുക്ക് എവിടെന്നെങ്കിലും കൊന്ന കിട്ടുമോ ഈ കണി വയ്ക്കാനെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പറമ്പിലില്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ ആൾക്കാർ പോയി സംഘടിപ്പിച്ചത് വലിയ ചാക്കിനകത്തൊക്കെ കെട്ടി അല്ലെങ്കിൽ വണ്ടി പിടിച്ചൊക്കെയാണ് ഇത് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അതെ, കണിക്കൊന്നയ്ക്കുള്ളൊരു വലിയ പ്രത്യേകത ഒറ്റ ദിവസത്തെ ഡിമാൻഡേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് മുമ്പെന്നല്ല, ഈ കഴിഞ്ഞ അടുത്ത ദിവസം. ഈ മുകുന്ദൻ്റെ സ്റ്റുഡിയോയിൽ പടമെടുത്താൽ എന്നാണ് കവിതയുടെ പേര്. നെയ്യാറ്റിങ്കരയിലൊരു സ്റ്റുഡിയോ ഉണ്ട്, മുകുന്ദൻ സ്റ്റുഡിയോ. ആ മുകുന്ദൻ സ്റ്റുഡിയോയിൽ സ്ഥാനാർത്ഥികളെ പടമെടുത്താൽ അവർ ജയിക്കുമെന്നാണ് അലിഖിതമായൊരു വിശ്വാസം നെയ്യാറ്റിങ്കരയിൽ. ഞാൻ ഈ ഒറ്റ ദിവസം ഡിമാൻഡുള്ള വോട്ടറിനെയും ഒറ്റ ദിവസം ഡിമാൻഡുള്ള കണിക്കൊന്നയും തമ്മിൽ ബന്ധിപ്പിച്ച് അന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഇത് അറിയണ്ട, 3 സ്ഥാനാർത്ഥികളും അവിടെ നിന്ന് തന്നെ പടമെടുത്തുകളെ. അത് അല്ല, എല്ലാ സ്ഥാനാർത്ഥികളും 2000-ഓളം പേര് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അവിടെ വന്ന് പടമെടുത്തു. കുറേ പേര് ജയിച്ചിട്ടുണ്ടാവാം. ഇത് ഈ വിഷുവിൻ്റെ പ്രത്യേകത, വിഷു ഉഷ്ണകാലത്തെ ഉത്സവമാണ്, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഉത്സവമാണ് വിഷു. ഈ ഓണം കാർഷികോത്സവം എന്ന് പറയുന്ന പോലെ വിഷു ജ്യോതിശാസ്ത്ര ഉത്സവമാണ്, ഗ്രഹങ്ങളുടെ ഉത്സവമാണ്. അല്ല, അതിലൊരു കൺഫ്യൂഷൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഓണത്തെപ്പറ്റി പറയുമ്പോഴും ഓണം കൊയ്ത്തുത്സവമാണ്, ഇപ്പോഴത്തെ വിഷുവിനെ പറ്റി പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ച അങ്ങനെയാണല്ലോ. കാര്യം കണി വയ്ക്കുന്ന പാത്രത്തിൽ ഈ പറഞ്ഞ സകല സാമഗ്രികളും കാണും, ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കാർഷികോത്സവമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ നല്ലതാണ്. അത് ഓണത്തിന് നെല്ലാണ്, ധാന്യമാണ്. ഇത് ധാന്യം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഫലങ്ങളാണ് കൂടുതലും, ഉഷ്ണമേറ്റ് വളരുന്ന ഫലങ്ങൾ. അതിൽ തന്നെ അധികം മൂക്കാത്തതാണ്. പച്ചമാങ്ങ കൊലയോടെ എന്നാണ്, കൊലയോടെ, അതായത് ആ ഇലയുടെ പച്ചപ്പോട് കൂടിയാണ് തരുന്നത്. ആ
ഇലയുടെ സമൃദ്ധിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ശുഭദർശനത്തോടു കൂടിയാണ് എടുക്കുന്നത്. കൈതച്ചക്ക, നമ്മൾ പുറത്തിച്ചക്ക എന്ന് എൻ്റെ നാട്ടിൽ പറയും. പുറത്തിച്ചക്ക എന്ന് വെച്ചാൽ പ്രധിച്ചക്ക ആണ്. പ്രധിഭൂമി, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ചക്കയാണ് പ്രധിച്ചക്ക. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണെങ്കിലും അങ്ങനെ കൊണ്ടുവന്നൊരു സാധനം നമ്മുടെ കണിയിലേക്ക് കയറുന്നത് ഈ ഒരൊറ്റ സംഭവമാണ്. വയലിൻ നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ വന്ന കോമഡി പരിപാടിയിൽ പറയുന്നുണ്ട് കിരീടം വെച്ച പഴം, കിരീടം വെച്ച പഴം അല്ലേ, അങ്ങനെയൊക്കെ പറയും ആളുകൾ. പിള്ളേരൊക്കെ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, എന്തെങ്കിലും അറിഞ്ഞുകൂടാ. അതുപോലെ ഈ പറയുന്ന മാങ്ങ, ചെറിയ ചക്ക, കടച്ചക്ക എന്ന് പറയും, തല്ലൻ ചക്ക എന്ന് പറയും, ഇങ്ങനെയുള്ള ചക്ക, ഇതൊക്കെ ചേർത്ത് വെച്ച് നാണയം, മുണ്ട് എന്നുവെച്ചാൽ ഒരു വീടിനെ സംബന്ധിച്ചുള്ള സകല സമൃദ്ധിയുടെയും അടയാളങ്ങളെ വച്ചിട്ടാണ്. കണ്ണാടിയും വയ്ക്കും. ഈ സമൃദ്ധിയെല്ലാം നമ്മളെ തന്നെ കാണുമ്പോഴുണ്ടാകുന്നതാണ്. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. വിഷുവത് സമരാത്രി വാസരെ എന്നാണ്. രാത്രിയും പകലും ഒരേപോലെ സമയം കൃത്യമായി വരുന്ന ഒരേ ഒരു ദിവസമാണ് വിഷു. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ നായർ കവിത എഴുതിയപ്പോൾ കണി കാണുക പൂമൊട്ടെ പരം ജ്യോതിസ്വരൂപനെ എന്നാണ്. ആരാണ് ഈ ജ്യോതിസ്വരൂപനെന്ന് ചോദിക്കുമ്പോൾ എന്താണ്, സ്വബോധം എന്ന കൈനേട്ടം തരും വിശ്വൈക ബാന്ധവൻ എന്നാണ്. കൈ നീട്ടമല്ല, കൈ നേട്ടം. ആ കൈ നേട്ടമാണ് ഒരു സമൂഹത്തിന് വിഷു കൊണ്ട് ഉണ്ടാകേണ്ടത്. രസകരമായ ഒരുപാട് വിഷു കവിതകൾ കൃഷ്ണൻ ഇവിടെ കയറി വന്നാണ്. കൃഷ്ണൻ ഈ പറയുന്നൊരു നമ്മൾ ആ കഥയുണ്ടല്ലോ, എന്താണ്, കുചേലനും ശ്രീകൃഷ്ണനും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ശ്രീകൃഷ്ണൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുചേലൻ പറയുന്നത് നിനക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും നീ വേണമെങ്കിൽ ഇന്ന് എടുത്തോ, കാരണം സ്ഥിതപ്രജ്ഞനാണല്ലോ, എൻ്റെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ ലോഷ്ടാശ്മ കാഞ്ചന എന്ന് അളിയനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇത് ഊരി അങ്ങ് കൊടുത്തു, എന്നാൽ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അരമണിയും കൊണ്ട് വീട്ടിൽ പോയപ്പോൾ ചോദിച്ചൊന്ന് നീ കട്ടുണ്ടോന്നല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അച്ഛനും അമ്മ. ഇല്ല, എനിക്ക് വാസുദേവൻ തന്നതാണ് എന്ന് പറഞ്ഞു എന്ന് സുധാമാവ് പറഞ്ഞു. വാസുദേവൻ അങ്ങനെ തരെയൊന്നുമില്ല, വലിയ വീട്ടിലെ കുട്ടിയാണ്, അങ്ങനെയൊന്നും ഒരു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കുന്നില്ല. അവസാനം ഇദ്ദേഹം എന്നാ നീ തന്ന അരമണി എനിക്ക് വേണ്ട, ഇത് നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചെറിഞ്ഞു വന്നു. അത് ഒരു ഉണക്കക്കൊമ്പിൽ കൊരുത്തു വന്നു. അത് പിന്നെ പൂക്കളായി മാറി എന്നുമാണ് ഒരു കഥ. അതൊരു കഥ തന്നെ ആയിരിക്കും. മാത്രമല്ല ആളുകൾക്ക് ഈ ഒരൊറ്റ മാസം മാത്രം അത്ഭുതകരമായി ഇല പോലും കാണാതെ പോക്കുന്നത് കാണുമ്പോഴുള്ള ഒരു കഥ ഉണ്ടാക്കണമല്ലോ നമുക്ക്. പിന്നെ കൊന്നെ അന്വേഷിക്കുന്ന അടുത്ത കൊല്ലമാണ്. പിന്നെ അടുത്ത കൊല്ലം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ്. പിന്നെ അതിന് അടുത്ത കൊല്ലമേ ഉള്ളൂ. അത്തരത്തിലൊരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അറിയാലോ, ദേശീയ പുഷ്പം കണിക്കൊന്നയാണ്. കണിക്കൊന്നയ്ക്ക് മണമില്ല, നിറമേ ഉള്ളൂ അല്ലേ? എന്നിട്ടും നമ്മളതിനെ സ്വീകരിച്ചു. ഈ മലയാളിയുടെ പക്ഷി വേഴാമ്പലാണ്. അതെ, നമ്മളാലോചിക്കും ഇത്രയും പക്ഷി ഉണ്ടായിരുന്ന ഇവ എന്തിനാണ് ഈ വേഴാമ്പലിനെ സെലക്ട് ചെയ്യുന്നത് ചോദിക്കും. വേഴാമ്പലിന് വലിയ പ്രത്യേകതയുണ്ട്. വേഴാമ്പലിലെ ആൺപക്ഷിയോ പെൺപക്ഷിയോ ഇണ ചത്തുപോയാൽ വേറൊന്നിനെ തേടി പോവില്ല. ഒരു ജീവിതത്തിൽ ഒറ്റ ഇണയോ ഏക പങ്കാളി വ്രതക്കാരാണ്. അതെ, അത് കേരളത്തിൻ്റെ കുടുംബ സംസ്കാരമാണ്. വെറുതെ പറയാമെന്നുള്ള കേരളത്തിന്റെ കുടുംബ സംസ്കാരം ഇതാണെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കഥയാ, കഥ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ്. ഓരോ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനൊരു കഥയുണ്ട്. വിഷുവിനെ സംബന്ധിച്ച് വെയിൽ എത്ര കണ്ട് കൂടുതൽ ഏൽക്കുന്നോ അത്ര കണ്ട് കണിക്കൊന്ന പൂക്കും. അങ്ങനെയാണ് ഈ കവികൾ അങ്ങനെ ആവണമെന്നാണ് സാധാരണ. എഴുത്തുകാരൊക്കെ ദുരനുഭവങ്ങളുടെ വെയിൽ കൂടുതൽ ഏൽക്കുന്തോറും അവരുടെ കൃതികൾക്ക് അത്രമേൽ എന്താണ് പട്ടിണിയാണ്. അതെ അതെ അതെ, പട്ടിണിയുടെ അഗ്നിയിലാണ് പ്രതിഭ ജ്വലിക്കുന്നത്. സൗകര്യങ്ങൾ കൂടുമ്പോൾ പിന്നെ എഴുത്ത് കുറയും. അതെ, വേറെ പണിയുണ്ടല്ലോ, വേറൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ എഴുത്തെങ്കിൽ എഴുത്തുന്നുള്ള മട്ടിൽ. അതെ അതെ, അത് ഈ കല്യാണത്തോടെ പ്രേമം തീർന്നു എന്നൊക്കെ ഡി വിനയേന്ദ്രൻ പറഞ്ഞ പോലെയാണ്. അങ്ങനെ ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മൾ ഈ ഫലങ്ങളെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ഇന്നലെ ഞാൻ മാമ്പഴം എന്ന കവിത മകന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ഞാൻ വിളിച്ചപ്പം മാമ്പഴം കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താണ് മാൺപിഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന വരി അറിയാമോ? ഇല്ല, അറിയത്തില്ല. ഞാൻ പറഞ്ഞത് മാമ്പഴം വെലോപ്പിള്ളിയുടെ കവിതയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ആ വരികൾ എടുത്തിട്ട്
ഇതിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ അതിനകത്ത് ഒരു വരിയിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ വിതുമ്പിപ്പോയി, കണ്ണു പൊട്ടി ഒഴുകുന്നൊരവസ്ഥയിലെത്തി. ഏത് വരിയെന്നറിയാമോ? അതായത് മാമ്പഴം വീണ് കിടക്കുമ്പോൾ മകൻ മരിച്ചുപോയി, കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വെറുതെ ഓർത്തു പോകുന്നതാണ് മാമ്പഴം എന്ന കവിത. അതിനകത്തൊരു മാമ്പഴമുണ്ട്. ആ മാമ്പഴം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മാമ്പഴവും ചൂടുകാലത്താണല്ലോ അല്ലേ? അതെ. പഴങ്ങളിലെ പറഞ്ഞപ്പോൾ ഓർത്ത് വൈലോപ്പള്ളി മുളന്തുരുത്തി ഹൈസ്കൂളിൽ ജോലിയായിരുന്ന കാലത്താണ് ഈ കവിത എഴുതുന്നത്. അപ്പോൾ ഈ പരീക്ഷാ പേപ്പറിൻ്റെ സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ എന്തോ സ്കൂളിൽ കിടക്കേണ്ടി വന്നൊരു അവസരത്തിൽ അവിടെ നിന്ന് എഴുതുന്നതാണ്. അത് ഈ കവിത നമ്മളിപ്പോൾ കേൾക്കുന്ന കവിതയല്ല, അതിൻ്റെ മുമ്പിൽ വേറൊരു ഫോം ഉണ്ടായിരുന്നു. അത് തനിയെ ഒഴുകി വന്ന ധാരാവാഹിയായി വന്ന മാമ്പഴമുണ്ട്. തോന്നിയ കവിത ഇങ്ങനെ എഴുതിക്കൊണ്ട് അത് എഴുതി തീരാറായി, അടിവരെ ഇടാറായി എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്കൂളിലെ പിയൂണ് പുറകെ വന്നത്, മാഷ കവിത എഴുതണോ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹം ആ കവിത വലിച്ചു കയറിയിരുന്നു. പിന്നീട് എന്നോ ഞാൻ സമയത്തുള്ളൊരു മാനസിക അതെ പിന്നീടെന്നോ ഇത് തിരിച്ച് പിന്നെ ആലോചിച്ച് വരുത്തിയതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ വേർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് മാഷ കവിത എഴുതുകയാണെന്ന് ചോദിച്ചാൽ ആളിനെ കിട്ടിയ 2 കൊടുക്കണം എന്നുള്ളതാണ് താങ്കൾ ഈ പറയുന്നത്. മലയാളികൾ ഓരോരുത്തർ ഓരോന്ന് വിധം കൊടുക്കും. പണ്ട് വയലാറിൻ്റെ മോൻ പറഞ്ഞ പോലെയാണ്, നമ്മുടെ ശരത്തേട്ടൻ പറഞ്ഞ പോലെയാണ്, വയലാറിൻ്റെ കുടുംബത്തിന് ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ പിറ്റേ ദിവസം ഏതാണ്ട് 3.5 കോടി രൂപ കിട്ടുമെന്ന്. കാരണം ഓരോ മലയാളി ഓരോ രൂപ വെച്ച് എന്തായാലും തരുമെന്ന്. അപ്പം അതുപോലെ ഓരോ മലയാളി ഓരോ അടി വെച്ച് അടിക്കും അങ്ങേരെ. ഒറിജിനൽ കവിത പോയത് കാരണം ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ. നൈവേദ്യമാണ്, അതാണ് അമ്മ തിരിച്ചു കൊടുക്കുന്ന നൈവേദ്യമാണ്. സാധാരണ അമ്മയ്ക്കുള്ളതാണ് നൈവേദ്യം എന്നാണ് പറയാറ്, പക്ഷെ തിരിച്ചു കൊടുക്കുന്ന നൈവേദ്യമാണ്. കാരണം എന്താ കാര്യം? പരലോകത്തെ പോകി അവസാനത്തെ 2 വരികൾ അപ്പോഴടിക്കുന്ന ഒരു തൈക്കാറ്റ്. അതെ, ഒരു തൈക്കുളിർ കാറ്റായരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. പൊട്ടിപ്പോവില്ലേ അതാലോചിക്കുമ്പോൾ? അതോ എന്തെല്ലാം അത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ള ചില അവസ്ഥകൾ ആ കവിതയിലുണ്ട്. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കൊണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. കുണുങ്ങി തന്നെയാണ് നമ്മുടെ അയ്യപ്പ പണിക്കരുടെ ഓയ്യോ ഗംഭീര കവിതയാണ്. അത് ഒരു കവിയുടെ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുകയാണ്. കാരണം എനിക്ക് പൂക്കാതിരിക്കാൻ പറ്റില്ല. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്നാണ്. വിഷുക്കാലം വന്നാൽ എനിക്ക് കണിക്കൊന്ന എന്നൊരു ഐഡൻറ്റിറ്റി ഉള്ളിടത്തോളം കാലം ആരെതിർത്താലും ഞാൻ പൂക്കും. കവി എന്നൊരു ഐഡൻറ്റിറ്റി ഉള്ളിടത്തോളം കാലം സാമൂഹികമായ അനർത്ഥങ്ങൾ എവിടെ കണ്ടാലും ഞാൻ കവിത കൊണ്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നൊരു അന്തരാർത്ഥം കൂടെ നേരത്തെ പറഞ്ഞുകൂടെ കണക്ട് ചെയ്യുമ്പോൾ കവി പട്ടിണിക്കാരനാണല്ലോ. അതെന്നറിയാമോ? ഈ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ട്, കനൽ മൊഴികൾ. അതിൽ മധുസൂദനൻ നായർ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുന്നുണ്ട്, വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം ഒരു ഇത്തിരി കൊറ്റിനു വേണ്ടിയിട്ട് ആർക്കും, വെട്ടിപ്പിടിച്ചില്ല സ്വർഗങ്ങൾ ആരുടെയും അർത്ഥങ്ങൾ അപഹരിച്ചില്ല, പിന്നെ എന്തേ ചെയ്തുള്ളൂ, പൊട്ടിപ്പിടയ്ക്കുന്ന മണ്ണിൻ്റെ മാറത്ത് കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ, ഉച്ചാരണം പോലും ഇല്ലാത്ത മർത്യൻ്റെ ഒച്ചയായി തീർന്നതേ ഉള്ളൂ. പി കെ രാജശേഖരൻ അവതാരികയിൽ നിരീക്ഷിക്കുന്നൊരു സംഭവമുണ്ട്. ഇത് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് മധുസൂദനൻ നായർ പറയുന്നത് പോലെ തന്നെ മധുസൂദനൻ നായരെക്കുറിച്ചും പറയാവുന്ന വരികളാണ്. കവിയെ പറ്റി പറയാവുന്നതാണ്. അതാണ്, അതൊരു പൊയറ്റിക് ബ്രില്യൻസ് ആണ്, അത് തമ്മിൽ ചേർക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വരി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രഭാവർമ്മയുടെ ഒരു വരിയുണ്ട്, എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ പറ്റിക്കിടാൻ പാടിൽ ഒരു കൈത്തിരി നാളവും എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശേഷം വരുന്ന എഴുത്തിലെ തലമുറയോടുള്ള വാത്സല്യമാണ്. അവരങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നത്, കവിതയിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഈ വിഷുവിൻ്റെ സന്ദർഭം പറയുമ്പോഴും അങ്ങനെ ഒരു കാര്യം ഓർമ്മയിലുണ്ട്. അത് ലളിതാലൻ്റെ ഒരു കവിതയിൽ
ലളിതാലയൻ സ്ത്രീപക്ഷ കവിതകളിലെ ആദ്യകാല ഗംഭീരമായ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ ലളിതാലയൻ്റെ കവിതയിൽ അവർ പറയും, കണിക്കൊന്നേ നീ എന്താണ് നിന്നെ കൊന്നയെന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവരതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു പെൺകുട്ടിയായിരുന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ സ്ത്രീധനം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നതിൽ കുറച്ച് സ്വർണം കുറവായിപ്പോയി. അതുകൊണ്ട് അമ്മായിയമ്മയും ഭർത്താവും അവരുടെ ബന്ധുക്കളും കൂടെ ചേർന്ന് നിന്നെ ഒരു തരി പൊന്നിനായി ചുട്ടു കൊന്നതിനാലാണോ നിന്നെ കൊന്നയെന്ന് വിളിക്കുന്നത്. അല്ല, അതിനെ സാധൂകരിക്കാം. ആ നിറം, അതെ അതെ, പൊന്നിൻ്റെ നിറമാണ്. അതുകൊണ്ട് പുനർജനിച്ച സമയത്ത് നീ മേലെ മുഴുവൻ സ്വർണ്ണമിട്ട് അവരോട് പ്രതികാരം ചെയ്യുകയാണ് എന്ന് പറയുന്നൊരു കവിതയുണ്ട് ഈ ലളിതാലയൻ്റെ. ഞാൻ ഏതാണ്ട് ഒരു 10-21 വർഷം മുമ്പ് വായിച്ചൊരു കവിതയാണ്. ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകാതെ അത് നിൽക്കണമെങ്കിൽ ആ കവിയുടെ പ്രതിഭയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ലളിതാലയൻ്റെ പുതിയ സമാഹാരം, മൊത്തം കവിതകളിൽ ചേർത്തൊരു സമാഹാരം വരാൻ പോകും എന്നുള്ളതാണ്. ഈ മറ്റെല്ലാ ഉത്സവങ്ങളും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ എലമെൻസിലും എന്നതുപോലെ ഈ വിഷുവിലും കൈയടക്കിയ ചില വ്യാപാര താല്പര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ ഉത്സവങ്ങളും വ്യാപാര ഉത്സവങ്ങൾ തന്നെയാണ്. ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇതുമായിട്ട് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു വ്യാപാരത്തിൻ്റെ ഒരു സംഗതി ഉണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നാന്ന് തോന്നുന്നു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്ന ഇപ്പോൾ എല്ലാ ജ്വല്ലറിലും കിട്ടിയിട്ടുണ്ട്. അകത്ത് ശരിയായ സ്വർണം 916 ഇരിക്കുന്നുണ്ട്. പക്ഷേ വെളിയിൽ ഈ പ്ലാസ്റ്റിക്കുള്ള എല്ലാ കടകളുടെയും മുമ്പിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കാണുന്നുണ്ട്. അത് മലയാളി എല്ലാ കാലത്തും ഈ എളുപ്പപ്പണി ഒപ്പിക്കാൻ മിടുക്കരായിരുന്നു, എല്ലാ കാലത്തും. അതിലെന്താണ് കിട്ടുന്നതെന്നുള്ളത് വെച്ചാൽ അത് വെച്ചങ്ങ് ചെയ്യും. ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായത് ആർക്കെന്ന് വെച്ചാൽ സാനിറ്റൈസേഷൻ കമ്പനിക്കാണ്. അതുവരെ മലയാളി അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല, ചിന്തിച്ചിട്ട് പോലും. മലയാളി മീൻ കഴിച്ചാൽ, മലയാളി കുട്ടി ഇറച്ചി കഴിച്ചാൽ ആ ഇറച്ചിയുടെ ഗന്ധം കയ്യിലുണ്ടായിരുന്നു, അല്ലേ? കോവിഡിന് ശേഷം എല്ലാ വീട്ടിലും ഹാൻഡ് വാഷ് 2 പാക്കറ്റ് വീതമുണ്ട്. ശരിയാണ്, അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് രുചിയോടൊപ്പമുള്ള മണം കഴിച്ചതിന് ശേഷം കിട്ടുന്നില്ല, കയ്യിൽ കിട്ടുന്നില്ല. പകരം എല്ലാ വീടുകളിലും കുട്ടികളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹാൻഡ് വാഷിൻ്റെ മണമേ ഉള്ളൂ. ആണെൻ്റെ ഒരു പ്രത്യേകത. ഇത്തരത്തിലെല്ലാം ഹൈജാക്ക് ചെയ്യപ്പെടും. അല്ല, അതൊരു പക്ഷേ നല്ലതാണെന്നും പറയാം. ഈ പറഞ്ഞ പോലെ ചാളയുടെ മണമൊക്കെ ആയിട്ട് അത് ശരിയാ, അത് പുറത്തു പോകാൻ പറ്റില്ല. എന്നാലും ഈ ചില പറയുമ്പോൾ ചാള ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചാളയുടെ മണം മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കത്തില്ല. നിങ്ങൾക്ക് ചാളയാണോ ഏറ്റവും പ്രിയപ്പെട്ട മീൻ? എനിക്കും. കാരണം ആറാലുമൂട് ചന്ത ഇപ്പോൾ ഇല്ല. ആ ചന്ത നമുക്ക് തന്ന ഓർമ്മകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആറാലുമൂട് ചന്തയിൽ ഇപ്പോൾ അടുത്ത വർഷം ആകുന്നതിന് മുമ്പ് ഒരു IHRD കോളേജിൽ പഠനം ആരംഭിക്കും. ഇപ്പോൾ കോളേജ് വന്നു. അപ്പോൾ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ സാറുമാർക്ക് കുട്ടികൾ ബഹളം കാണിക്കുന്നത് എന്തോടെ ചന്തയെന്ന് ചോദിക്കാൻ പറ്റില്ല. ചന്തയിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ചന്ത ഒരു പ്രധാനപ്പെട്ട ഇടമാണല്ലോ. ഈ വിഷു ചന്തയും ഓണച്ചന്തയും വളരെ പ്രശസ്തമാണ്. വിഷുവിന് തൊട്ട് മുമ്പ് ഈ തെക്കൻ കേരളത്തിലാണ് വിഷു അത്ര ആഘോഷമല്ലാത്തത്. വടക്കൻ കേരളത്തിൽ ഓണത്തിനേക്കാളും വലിയ ആഘോഷമാണ് വിഷുവിന് പടക്കം പൊട്ടിക്കുക. അതായത് ഈ തെക്കൻ കേരളത്തിൽ ഈ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കുമ്പോൾ പട്ടികളെല്ലാം നാടുവിടും. ഇത് നേരെ നോർത്തിൽ നേരെ തിരിച്ചാണ്. വിഷുക്കാലത്താണ് പട്ടികൾ നാട് വിട്ടു പോകുന്നത്, പടക്കത്തിൻ്റെ സൗണ്ട് കേട്ട്. അതെ, അത് എറണാകുളം മുതൽ അങ്ങോട്ട്. ഞാൻ കോതമംഗലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയൊക്കെ വിഷുവിന് വലിയ ആഘോഷമാണ്. വിഷുവും ഒക്കെ ഗംഭീരമായി ആഘോഷിക്കുന്നവരുണ്ട്. വിഷു സദ്യ ഉണ്ണുക എന്നുള്ള വലിയ ആഘോഷമാണ് അവിടെ. നമ്മളിപ്പോൾ വിഷു സദ്യ ഉണ്ണുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അമ്പലത്തിൽ കൊടിയേറും, അവിടെ പോയി അന്നദാനം കഴിക്കുന്നുള്ളതല്ലാതെ നമുക്കങ്ങനെ വിഷു സദ്യ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. ഓണമാണല്ലോ, നമുക്ക് ഓണമാണ് പ്രധാനം. പക്ഷേ വടക്കോട്ട് അങ്ങനെയല്ല. വിഷു സദ്യ വളരെ കേമമാണ്. വിഷു സദ്യ ഉണ്ടതിന് ശേഷമാണ് പല ആളുകളും ഈ കൂട്ടായിരുന്ന് പഴയ എന്ന് വെച്ചാൽ ഈ കുടുംബത്തിലെല്ലാവരും വരികയും സംസാരിക്കുകയും വർത്തമാനം പറയുക, അങ്ങനെ ഒരു രീതി തന്നെ ഉള്ളത് അവിടെ വടക്കോട്ട് അത് കൂടുതലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് കുറവായിരിക്കും. ഇത് പ്രത്യേകത. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എത്ര കാലം നമ്മൾ വിഷു ആഘോഷിക്കും? ഈ പറഞ്ഞതുപോലെ പെറുക്കിയെടുക്കാൻ നമ്മുടെ തൊടിയിൽ, നമുക്ക് തൊടിയിൽ 5-6 പ്ലാവിലയോ 2 ചക്കയോ 1 മാങ്ങയോ കിട്ടാത്ത കാലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത്. കാര്യം ഭൂമിയുടെ ദാരിദ്ര്യം അത്രത്തോളം വലുതാണ്. 1.5 സെൻറ്റ് കിട്ടിയ വീട് വയ്ക്കാനാണ് നോക്കുന്നത്. ജീവിച്ചല്ലേ പറ്റൂ, നനയാതെ കിടന്നുറങ്ങണം. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ചില വീടുകളിലൊക്കെ മാങ്ങ നിൽക്കുന്നത് കാണുമ്പോൾ അതിശയിച്ച് നോക്കാറുണ്ട്, ഇല്ലേ? ചില വീടുകളിൽ അയ്യോ മാങ്ങ നിൽക്കുന്ന നോക്കുന്നു ചോദിക്കും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചില വീടുകളിൽ കാണും, നമ്മൾ അറിയാതെ നോക്കും. ഞാൻ ഇടയ്ക്ക് ഇന്നലെയും മിനിങ്ങാന്നോ എൻ്റെ നാട്ടിലെ ഒരു അമ്പലത്തിൽ നിന്ന് നടന്ന് പോകുന്ന വഴിക്ക് ഇടതുവശത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ വീട്ടിൽ പിന്നെ നിറയെ മാങ്ങ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് വിളിച്ച് കാണിച്ചു തന്നത്.
മാങ്ങ നോക്കിക്കൊണ്ട് കൊലാന്ന് കാച്ചു കിടക്കുക. ഇത് കാണുമ്പോഴുള്ളൊരു വിസ്മയം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കുറവായതുകൊണ്ടാണ്. മറ്റേല്ല നമ്മളിവിടെ ഉണ്ടല്ലോ എന്ന് പറയും, അത്രയേ ഉള്ളൂ. ഈ പ്രഷ്യസായി കിട്ടുമ്പോഴാണല്ലോ നമുക്കതൊരു, ഈ വല്ലപ്പോഴും കിട്ടുമ്പോഴാണ് അതിന് മാധുര്യം. അതെ അതെ, എന്നും ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ താങ്കളുടെ വിഷു കവിതകളുണ്ടല്ലോ? എൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ. പോട്ടെ, ഒരു കവിതയെങ്കിലും ഉണ്ടല്ലോ? ഉണ്ടാവാം. ഈ എന്താണ്, എനിക്കിപ്പോൾ കാണാതെ ഓർമ്മയില്ല. ചില വരികൾ, 1-2 വരികൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയൊരു കവിതയിലുണ്ട്. വരവായി വിഷുക്കാലം, വരവായി വിഷുക്കാലം കുരുന്നുകളെ, വരിയായി നിരത്തിൽ വന്നൊരുങ്ങി നിൽക്കൂ, കരത്തിൽ പൊൻതാലവും പൂവിളക്കും വേണം, വിഷുക്കാലം ചിരിച്ചുകൊണ്ടെഴുന്നള്ളുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്ത ചില വരികളുണ്ട് വിഷുവിനെ കുറിച്ച്. വിഷുക്കാലം ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് എഴുന്നള്ളുന്നത്, പറയൂ കേൾക്കട്ടെ. വിഷുക്കാലം ചിരിച്ചുകൊണ്ട് എഴുന്നള്ളുന്നു പറഞ്ഞാൽ, ഇപ്പോൾ പൊന്നു മോളെ എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 22 ക്യാരറ്റിൽ സൃഷ്ടിച്ചതെന്നല്ല, അതിന് വേറൊരു അർത്ഥമുണ്ട്. വിഷുക്കാലം ചിരിച്ചുകൊണ്ട് വരിക എന്ന് വെച്ചാൽ നേരത്തെ വെയിൽ മൂക്കുകയാണ് വിഷുക്കാലം. വിഷുവിന് നേരത്തെ വെയിൽ മൂക്കും. അതിങ്ങനെ ആ വെയിലത്ത് കണിക്കൊന്നയിൽ തട്ടി ആ വെയിലിങ്ങനെ വരുന്നതിനെ കുറിച്ചാണ്. ആ വിഷുവിൻ്റെ പുലർച്ചെ വരികയാണ്, അതിൻ്റെ പ്രത്യേകത. അന്നത്തെ ഒരു ഈ വിഷുവിൻ്റെ ദിവസം നമുക്ക് കണി കാണാം എന്നുള്ളതൊഴിച്ചാൽ അതിന് മുന്നിലേക്കും പിന്നിലേക്കും അടുത്ത ചൂടാണ്. ഈ ചൂടിങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നതിനെ കൂടെ നമ്മൾ ചേർത്ത് ചർച്ച ചെയ്യേണ്ടതല്ലേ വിഷുക്കാലം? അതെ, അത് ഈ ഉത്സവങ്ങൾ, ഈ കുംഭമീന മാസത്തിൽ ഉത്സവങ്ങളാവാൻ കാരണം തന്നെ പഴയ കാലത്ത് ഫാനിനെ കുറിച്ചോ AC കുറിച്ചോ ഒന്നും ആലോചന ഇല്ലാതിരുന്ന കാലത്ത്, ചാണകം മെഴുകിയ വീട്ടിൽ കിടന്ന കാലത്ത്, വീട്ടിലെ ചൂടിൽ നിന്ന് പുറത്ത് ചാടാനുള്ള അവസരമാണ്. രാത്രി 12 മണിക്കുമാണ് പടയണി തുടങ്ങുന്നത്. ഇപ്പോൾ അതാ കടമ്പനിട്ടൽ പടയണി തുടങ്ങാൻ തുടങ്ങി. രാത്രിയാണ് പടയണി, രാത്രിയാണ് ഗുരുസി, രാത്രിയാണ് പിന്നെ എന്താണ് കളങ്കാവല്, തെക്കൻ കേരളത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാത്രിയാണ് ദേവിയുടെ പിന്നെ ഉത്സവങ്ങളും വിളയാടലും ഒക്കെ. അതുപോലെ എല്ലായിടത്തും എന്നുവെച്ചാൽ ഈ പകലിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തിറങ്ങുന്നത് പോലെ രാത്രിയിലെ ചൂടിൽ നിന്ന് പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങിയാൽ കുറച്ച് സ്വസ്ഥത കിട്ടുമായിരുന്നു. കാരണം ഇഷ്ടംപോലെ മരങ്ങൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ 2-3 ആൽമരമെങ്കിലും കാണും, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കാണും. പിന്നെ മാവുകൾ കാണും, പിന്നെ മറ്റ് ഫലവൃക്ഷങ്ങൾ കാണും. അത്തി പോലെ, ഇത്തി പേരാല് പോലെയുള്ളത്. ഇത്ര ചൂടില്ല, കാരണം ഇത്ര കണ്ട മലിനീകരണങ്ങളില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാലം മലിനപ്പെടും തോറും അങ്ങനെ ഒരു പക്ഷേ നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും കൂടെ തോന്നിയിട്ടുണ്ട്. അതായത് ഇത്രയും ചൂടിലാണ് നമ്മൾ നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയ കാലം കൂടെയാണ് അല്ലേ? ഒരു വോട്ടെടുപ്പ് നടന്നു, ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്. ഈ പ്രകടന പത്രികകളൊക്കെ കാണുമ്പോൾ ഈ വരുന്ന കടുത്ത ചൂടിനെ, ഇനിയും വരാൻ പോകുന്ന, കൂടുതൽ വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ വരാൻ പോകുന്ന, ഇനിയും വർദ്ധിക്കാൻ പോകുന്ന ചൂടിനെ എങ്ങനെ നേരിടാം, അതിനെന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം പ്രകടന പത്രികയിൽ ഇവിടെയും കണ്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ശരിക്കും നമ്മുടെ നിരത്തുകളിൽ, നമ്മളൊരു വെയിറ്റിംഗ് ഷെഡിൽ നിന്നാൽ, റോഡിലിറങ്ങി ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിന്നാൽ അവിടെ നിന്ന് പൊള്ളും. നടക്കുമ്പോൾ നിരത്തിലെങ്ങും ഈ പറഞ്ഞ പോലെ മരങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്. തിരുവനന്തപുരത്ത് പക്ഷേ പൊതുവേ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് മരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ഇല്ലാതെയും പോയിട്ടുണ്ട്. ഇതിനെയും കൂടെ ചേർത്ത് വായിക്കേണ്ടത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പരുമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. തിരുവല്ലയ്ക്ക് അടുത്താണ് ഈ സ്ഥലം. ഈ തിരുവല്ല പ്രദേശത്ത് ഇഷ്ടംപോലെ വീടുകൾ, നല്ല വീടുകൾ വച്ചിട്ടിട്ട് അടച്ചിട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ്. അതൊരു സമ്പന്ന എക്കോണമിയുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് എല്ലാവരും വീടും പൂട്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഈ വീട് വച്ചിട്ടേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വീടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മൾ 2-3 അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ 2 നില വീട് വയ്ക്കുന്നു, ഞാനടക്കം നിങ്ങളടക്കം. പക്ഷെ പണ്ട് അങ്ങനെയല്ല, 11 അംഗങ്ങൾക്ക് വേണ്ടി ഒറ്റ നിരയും വീടും വയ്ക്കുന്നു. LP സ്കൂൾ പോലെ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ പറയാകോണം എന്നൊരു തറവാടുണ്ടായിരുന്നു. ആ തറവാട് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്.
ഏതോ ഒരു ഗവൺമെൻറ് LP സ്കൂളിൽ നിൽക്കുന്ന പോലെ തോന്നും. കാരണം അത്ര കണ്ട് പത്തായപ്പുര, അത്ര കണ്ട് ആളുകൾ, ആൺമക്കളും പെൺമക്കളുമായിട്ട് ഒരു 7-8 എണ്ണം, ഇവരൊക്കെ പ്രത്യേകം പഠനമുറി, ഇവരുടെയൊക്കെ പ്രത്യേകം പ്രായപൂർത്തിയാകുമ്പോൾ ഓരോരുത്തരെയും പ്രത്യേകം മുറിയിലാക്കണമല്ലോ. അതെല്ലാം ആക്കുന്നു. അവിടെ നിന്ന് വലിയൊരു പറമ്പിനകത്തൊരു വീട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീടുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള വീടുകളില്ല. ഇപ്പോൾ 2-3 ആളുകളേ ഉള്ളൂ. ഗ്രാമങ്ങളിലാണെങ്കിൽ അത് 2 നില വീടാവും. മറ്റേ നഗരങ്ങളിലേക്ക് പോകുന്നത് ഫ്ലാറ്റിലേക്ക് മാറും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ ചൂടിനെ അതിനെ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? ഈ കൂടിയ ചൂടിനെ വെച്ചാൽ ഇത് ഈ മരങ്ങളെല്ലാം മുറിച്ചും അവിടെ സ്പേസ് ഉണ്ടാക്കിയാണല്ലോ ഇതൊക്കെ വയ്ക്കുന്നത്. അപ്പോഴേക്കും ഈ ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ഉള്ളൂർ എഴുതിയിട്ടുണ്ട്, ഇനൻ്റെ ചെന്തീക്കതിർമാരി നിത്യം ഇടംപെടും തൻ തലകൊണ്ട് താങ്ങി നമ്മൾക്ക് പച്ചക്കുടയും പിടിച്ച് തേന്മാവതാ ദീനദയാലു നിൽപ്പൂ. ഈ തേന്മാവ് ചൂട് ഏറ്റുവാങ്ങുകയും നമുക്ക് തണൽ നമ്മുടെ തലയിൽ കൊള്ളേണ്ട ചൂടാണ്. പക്ഷേ ആ തേന്മാവുകളെല്ലാം, ആ പ്ലാവുകളും ആ തേക്കുമരങ്ങളും എല്ലാം മുറിച്ച് മാറ്റപ്പെടുമ്പോൾ ഈ ചൂട് നമ്മുടെ തലയിൽ തന്നെയാണ് വീഴുന്നത്. പ്രകൃതി നശിപ്പിക്കും തോറും പ്രകൃതി നമ്മളെ ശിക്ഷിക്കും. പുതുശ്ശേരി രാമചന്ദ്രൻ സാർ 2 വരി കവിതയിൽ എഴുതിയിട്ടുണ്ട്. മറക്കാതിരിക്കുക എന്നാണ് ആ കവിതയുടെ പേര്. പണ്ട് നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്തുനിന്ന് കുന്നത്തുകാൽ ഭാഗത്തു നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന സമദർശി എന്ന് പറയുന്നൊരു ലിറ്റിൽ മാഗസിനിലാണ് ആ കവിത അച്ചടിച്ചു വന്നത്. തുരുതുരെ തെറ്റ് ചെയ്തു കൂട്ടാതിരിക്കണം, പ്രകൃതിയുണ്ടേ വരുന്നു ശിക്ഷിക്കുവാൻ. 2005 അദ്ദേഹം എഴുതിയതാണ്. ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് വർഷം എത്ര പോയി. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രകൃതി ശിക്ഷിക്കാൻ വരുന്ന വരവ് നമ്മൾ അനുഭവിച്ചതാണ്. അതാണ് ഏറ്റവും, ഏതൊരു ആഘോഷത്തിൻ്റെ പിന്നിലും വസന്തകാലത്തെ വായുവിലും നമ്മൾ വസൂരി രോഗാണുക്കൾ കാണണമെന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായൊരു കാലത്തെ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഓരോ വിഷുവിനും കണിയൊരുക്കാൻ. പ്രത്യേകിച്ചും ചൂടാണ് വിഷുക്കാലം എന്ന് പറയുന്നത്, ചൂടുകാലമാണ് വിഷുക്കാലം എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എത്ര കണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എന്നറിയില്ല. കാരണം ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ കൂടിയ ചൂടിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാവുന്ന തരത്തിലുള്ള സുസ്ഥിരമായ വികസന പദ്ധതികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണുന്നുമില്ല. എങ്കിലും നമ്മൾ നല്ല വിഷു ആഘോഷിക്കുകയാണ് ചൂടുകാലത്ത് വിഷു വരും, മധ്യവേനൽ അവധി വരും എന്നതുപോലെ തന്നെ വിഷു ഒരു സന്തോഷമാണ്. എന്തായാലും അല്പസമയം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചതിന്, ഈ വിഷുക്കാലത്ത് അതിഥിയായി എത്തിയതിന് നന്ദി. എനിക്കും വളരെ സന്തോഷം. താങ്കളോടൊപ്പം ഇങ്ങനെ ഒരു കവിയോടൊപ്പം ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ ധന്യത ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.